ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു കാർ അറിവ്. ഇപ്പോൾ നമ്മളാരെങ്കിലും ഒരു കാർ വാങ്ങാൻ പോവുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് കാറിൻ്റെ സേഫ്റ്റിനെ കുറിച്ചായിരിക്കും. പണ്ടൊക്കെ നമ്മളൊരു കാർ വാങ്ങാൻ പോവുകയാണെങ്കിൽ കാറിൻ്റെ മൈലേജും അതിൻ്റെ കംഫർട്ടും അതിൻ്റെ ഫീച്ചേഴ്സും അതേപോലത്തെ കാര്യങ്ങളെക്കുറിച്ചായിരിക്കും ചർച്ച ചെയ്യുന്നത്. എന്നാൽ ഇന്ന് സേഫ്റ്റിയും വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം തന്നെയാണ്. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ നല്ല കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ കാറിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എല്ലാ വണ്ടികളും, അതായത് ചെറിയ വണ്ടിയാണോ വലിയ വണ്ടിയാണോ അങ്ങനെയൊന്നുമില്ല, എല്ലാ വണ്ടിയുടെയും ബേസ് മുകളിൽ നമുക്ക് എയർ ബാഗും ABS-ഉം അതേപോലെ സംവിധാനങ്ങൾ കിട്ടുന്നുണ്ട്. നമ്മുടെ ഗവൺമെൻറ്റും സേഫ്റ്റിയുള്ള വണ്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഇന്ത്യയിൽ സേഫ്റ്റിയുള്ള കാറുകൾ വരുന്ന വണ്ടികളൊക്കെ ശരിക്കും സേഫ് ആണോ? ഇങ്ങനൊരു ചോദ്യം പലർക്കും ഉണ്ടാകും. കാരണം നമ്മുടെ ഇന്ത്യയിൽ വണ്ടികളെ ക്രാഷ് നടത്തുന്നത് നമ്മുടെ ഗ്ലോബൽ Ncap ആണ്. ഈ ഗ്ലോബൽ Ncap നോക്കുകയാണെങ്കിൽ ഇതിലൊരു പ്രത്യേകതയുണ്ട്. ഇതിൽ ടാറ്റയുടെയും മഹീന്ദ്രയും കാറുകൾക്ക് എപ്പോഴും നല്ല സ്കോർ കൊടുക്കാറുണ്ട്. എല്ലാത്തിനും 5 സ്റ്റാറും 4 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഉണ്ട്. എന്നാൽ ചില ബ്രാൻഡുകളെ അവർ തടയാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മാരുതിയുടെ പല വണ്ടികൾക്കും സേഫ്റ്റി റേറ്റിംഗ് നല്ലപോലെ തന്നെ കുറവാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മുടെ ഗ്ലോബൽ Ncap ശരിയായ രീതിയിലാണോ ക്രാഷ് ടെസ്റ്റ് നടത്തുന്നത്? ഇങ്ങനൊരു ചോദ്യം പലർക്കും ഉണ്ടായി കാണും. കാരണം നമ്മളിപ്പം എന്ത് സാധനം വാങ്ങാൻ പോയാലും നമ്മളിപ്പോൾ അതൊരു യൂറോപ്യൻ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ യൂറോപ്യൻ ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. കാരണം യൂറോപ്യൻ ക്വാളിറ്റി എന്ന് പറയുകയാണെങ്കിൽ നല്ലപോലെ തന്നെ ക്വാളിറ്റിയുള്ള സാധനങ്ങളായിരിക്കും. അതേപോലെ തന്നെ ക്രാഷ് ടെസ്റ്റിൻ്റെ കാര്യത്തിലും ഈ ഒരു യൂറോ Ncap ആണ് ഏറ്റവും നല്ല രീതിയിൽ ക്രാഷ് ടെസ്റ്റ് ചെയ്യുന്നത്. 20 വർഷത്തിന് മേലായിട്ട് അവർ ക്രാഷ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനൊരു ഗവൺമെൻറ്റിൻ്റെ മേൽനോട്ടമുണ്ട്. അപ്പം അതെന്ന് പറയുകയാണെങ്കിൽ ശരിക്കും ടഫായ ടെസ്റ്റാണ്. അതിലൊക്കെ 5 സ്റ്റാർ റേറ്റിംഗ് 4 സ്റ്റാർ റേറ്റിംഗ് കിട്ടുകയാണെങ്കിൽ ആ കാറുകൾ ശരിക്കും സേഫ് ആയിരിക്കും. കാരണം അതിൽ ആ ഒരു റേറ്റിംഗ് കിട്ടുന്നത് നിസ്സാര കാര്യമൊന്നുമില്ല. ഒരുപാട് കടമ്പകൾ ഓരോ ബ്രാൻഡിലും കിടക്കുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചാനൽ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ പൊക്കത്തെ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആകും. അതായത് ഈ ഒരു യൂറോ Ncap എന്തോരം ടഫാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഈ ഒരു യൂറോ Ncap പോലെ തന്നെയാണ് ഗ്ലോബൽ Ncapഉം ക്രാഷ് ടെസ്റ്റ് ചെയ്യുന്നതാണ് അവർ പറഞ്ഞേക്കുന്നത്. പക്ഷേ ഗ്ലോബൽ Ncapൻ്റെ ആ ഒരു പേര് മുതൽ തന്നെ അതിൻ്റെ പ്രശ്നം തുടങ്ങിയാണ്. ഇതിൻ്റെ പേര് ഗ്ലോബൽ Ncap എന്നാണ്. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇതാണ് ഏറ്റവും വലുത്, കാരണം ഇത് ഗ്ലോബൽ Ncap എന്നുള്ളതിൻ്റെ പേര്. ബാക്കിയുള്ളൊക്കെ യൂറോ Ncap, ലാറ്റിൻ Ncap, ഏഷ്യൻ Ncap, പക്ഷേ ഇത് ഗ്ലോബൽ Ncap എന്ന് വിളിക്കുന്നതുകൊണ്ട് ഇതാണ് മെയിൻ എന്ന് എല്ലാവരും വിചാരിക്കും. പക്ഷേ ഇതൊരു പ്രൈവറ്റ് ആയിട്ടുള്ള നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷനാണ്. അതായത് ഒരു പെട്ടെന്ന് സുപ്രഭാതത്തിൽ വേണ്ടി പറയുകയാണ് ഞങ്ങൾ ഇന്ത്യക്ക് വേണ്ടിയും സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടിയുള്ള കാറുകളൊക്കെ ക്രാഷ് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണെന്ന്. അങ്ങനെയുള്ള ഒരു ഓർഗനൈസേഷനാണ് ഈ ഒരു ഗ്ലോബൽ Ncap എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ക്രാഷ് ടെസ്റ്റ് ചെയ്യുന്ന രീതി നോക്കുകയാണെങ്കിൽ ഈ ഒരു യൂറോ Ncap ഒക്കെ ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ അവർ നേരെ ഷോറൂമിൽ പോയിട്ട് രഹസ്യമായിട്ടൊരു കാറിൻ്റെ ബേസ് മോഡൽ മേടിക്കുന്നു, എന്നിട്ട് അത് കൊണ്ടുവന്ന് ക്രാഷ് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു. അങ്ങനെയാണ് യൂറോ Ncap ഒക്കെ ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു ഗ്ലോബൽ Ncapലും അതേപോലെ തന്നെ ചെയ്യുമെന്നാണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷേ അതിൽ വന്ന പല കാറുകളും നോക്കുകയാണെങ്കിൽ കാറുകൾ മാർക്കറ്റിൽ ഇറങ്ങുന്നതിനേക്കാളും മുമ്പ് തന്നെ അവർ ക്രാഷ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. പിന്നെ ടാറ്റയുടെ മഹീന്ദ്രയൊക്കെ പല വണ്ടികൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒന്നും ബേസ് മോഡൽ അവർ ക്രാഷ് ടെസ്റ്റ് ചെയ്തേക്കുന്നത്. മിക്ക മോഡലുകൾക്കും അലോയ് വീലും അതേപോലെ തന്നെ ബോഡി കളർ, ഡോർ ഹാൻഡിലും അതൊക്കെ സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബേസ് മോഡലും അവർ ക്രാഷ് ടെസ്റ്റ് നടത്തിയിട്ടില്ല. പലതിൻ്റെയും കൂടിയ മോഡലുകളും ക്രാഷ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ താറൊക്കെ നോക്കുകയാണെങ്കിൽ അതിന് 4 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയേക്കുന്നത്. കാറിൻ്റെ ഏറ്റവും ബേസ് മോഡൽ ഹാർഡ് ടോപ്പും വരുന്നില്ല, അതേപോലെ തന്നെ ഫേസ് ടു ഫേസ് സീറ്റുമാണ് വരുന്നത്. അപ്പം ആ കാറിനൊക്കെ 4 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. നേരെ മറിച്ച് മാരുതിയുടെ പല വണ്ടികൾ നോക്കുകയാണെങ്കിലും മിക്കതിൻ്റെയും അവർ ആ ഒരു ബേസ് വേരിയൻറ്റിനെ ക്രാഷ് ടെസ്റ്റ് നടത്തിയേക്കുന്നത്. മിക്കതിനും ആ ഒരു സ്റ്റീൽ റിമും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. ചില ബ്രാൻഡുകൾ മാത്രം അവരിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചില ബ്രാൻഡുകൾക്ക് അവർ കുറച്ച് ഇളവുകള കൊടുത്താണ് നടത്തുന്നത്. അത് നമുക്ക് പണ്ട് മുതൽ തന്നെ വ്യക്തമായ ഒരു കാര്യമായിരുന്നു. ഇതിനെക്കുറിച്ച് ആദ്യമായിട്ട് പറഞ്ഞത് നമ്മുടെ ടോക്കിംഗ് കാർ ചാനലിലാണ്. അവർ ചുമ്മാ അങ്ങോട്ട് പറഞ്ഞു പോയാൽ ഇത് അവർ കാര്യകാരണങ്ങൾ നേരത്തെ നല്ലപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ XUV700 അതിൻ്റെ സൈഡ് ഇമ്പാക്ട് ക്രാഷ് ടെസ്റ്റ് കഴിഞ്ഞ് അത് റോൾ ഓവർ ചെയ്യുന്നുണ്ട്. റോൾ ഓവർ ചെയ്യുന്നത് പറഞ്ഞാൽ ശരിക്കും ഡേഞ്ചറായ സിറ്റുവേഷനാണ്. മിക്ക കാറുകളും അങ്ങനെ റോൾ ഓവർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ യൂറോ Ncapലേക്ക് ആ ഒരു അതിൻ്റെ സ്റ്റാർ റേറ്റിനേക്ക് അഫക്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ആ കാറിന് 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കിട്ടി. അതേപോലെ തന്നെ നമ്മുടെ XUV300 സൈഡ് ഇമ്പാക്ട് ക്രാഷ് ടെസ്റ്റ് നടത്തിയേക്കുന്നത് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ്. കാരണം അത് ഗ്ലോബലി സാങ്ങിയോൻ്റെ ടിവോൾ എന്ന് പറഞ്ഞ മോഡലാണ്. അവിടെയൊക്കെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് മോഡലാണ് കിട്ടുന്നത്. അതുകൊണ്ട് സേഫ്റ്റി കൂടുതലും ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് സൈഡിലാണ്. പക്ഷേ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടും അത് റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആയിട്ടും അതിൻ്റെ ആ ഒരു സൈഡ് ഇമ്പാക്ട് ടെസ്റ്റ് നടത്തിയത് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ്. ടാറ്റയുടെ ചെറിയ 5 മുതൽ എല്ലാ വണ്ടികൾക്കും അവർ 5 സ്റ്റാർ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ടാറ്റയുടെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് വണ്ടികളായ ഹരിയറിനും സഫാരിക്കും ഇതുവരെയും ക്രാഷ് ടെസ്റ്റ് റേറ്റിംഗ് വന്നിട്ടില്ല. അതിനൊരു കാരണം നോക്കുകയാണെങ്കിൽ ആ ഒരു വണ്ടി നിർമ്മിച്ചത് നമ്മുടെ ലാൻഡ് റോവറിൻ്റെ പ്ലാറ്റ്ഫോമിലേക്കാണ്. അപ്പോൾ അത് സേഫ് ആയിരിക്കും എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ആ ഒരു 2 ലിറ്റർ എഞ്ചിൻ എടുത്തേക്കുന്നത് ഫിയറ്റിൻ്റെ എഞ്ചിനാണ്. ആ ഒരു എഞ്ചിൻ്റെ പല പാർട്സുകളും വരുന്നത് റൈറ്റ് സൈഡിലാണ്. അപ്പോൾ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു എഞ്ചിൻ അകത്തേക്ക് വരികയും നമ്മുടെ പെഡലിലിടിച്ച് നമ്മുടെ ആ ഒരു വണ്ടിയുടെ പെഡൽ നമ്മുടെ കാലേ വന്ന് കയറാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെ അതിന് 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടാതാകും. അതുകൊണ്ടാണ് ആ വണ്ടികൾ ഇതുവരെയും ക്രാഷ് ടെസ്റ്റ് ചെയ്യാത്തത്. ആ സെയിം എഞ്ചിനുള്ള നമ്മുടെ ജീപ്പ് കോമ്പസ് ഗ്ലോബലി ക്രാഷ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന് 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്. ഇവിടെ ആ എഞ്ചിനുള്ള നമ്മുടെ MG ഹെറ്ററിനും ഹരിയറിനും അതേപോലെ തന്നെ റൈറ്റ് ഹാൻഡ് ഡ്രൈവുള്ള ജീപ്പ് കോമ്പസ് ഒന്നും ഇതുവരെയും ഗ്ലോബൽ Ncap ക്രാഷ് ടെസ്റ്റ് ചെയ്തിട്ടില്ല.
ഇതേപോലത്തെ ഒരുപാട് കാര്യങ്ങൾ അവർ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങൾ ആ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ ഈ കാര്യത്തിൽ നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിറ്റി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇവർ ചെയ്ത ടാറ്റയുടെ മഹേന്ദ്രയുടെ ക്രാഷ് ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ അവരുടെ വണ്ടികൾക്ക് 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടാൻ വേണ്ടി മാത്രം ഇവർ ക്രാഷ് ടെസ്റ്റ് ചെയ്ത പോലെ തോന്നുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു റേറ്റിംഗ് കിട്ടുമെന്ന് ഉറപ്പുള്ള വണ്ടികൾ മാത്രം ക്രാഷ് ടെസ്റ്റ് ചെയ്ത പോലെ നമുക്ക് തോന്നുന്നത്. ഇപ്പോൾ അവർ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ക്രാഷ് ടെസ്റ്റ് നടത്തിയ നമ്മുടെ സ്കോർപിയൻ, സ്വിഫ്റ്റ്, ഇഗ്നിസ്, എക്സ്പ്രസോ അതേപോലത്തെ വണ്ടികളൊക്കെയാണ്. സ്കോർപിയോന് 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. കാരണം അതിൻ്റെ ഒരു ആ ക്രാഷ് ടെസ്റ്റ് കാണുന്നതൊക്കെ മനസ്സിലാവും വണ്ടി അത്യാവശ്യം സേഫാണ്. അത് ആ ഒരു വണ്ടി നേരെ പോയി ഇടിക്കാൻ നേരത്ത് അതിൻ്റെ ആ ഒരു ഫ്രണ്ടിലെ ഭാഗം നല്ലപോലെ തന്നെ ആ ഒരു ക്രാഷിൻ്റെ ഇമ്പാക്റ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ട്. ആ ഡ്രൈവർ ഇരിക്കുന്ന ക്യാബിനിലേക്ക് കൂടുതൽ ആഘാതങ്ങളൊന്നും പോകുന്നില്ല. അതിൻ്റെ എ പില്ലറും ഡോറും അതേപോലത്തെ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ ഇരിപ്പുണ്ട്. അവിടെ കൂടുതൽ വളവുകളോ അല്ലെങ്കിൽ എ പില്ലറിന് ബെൻഡോ അതേപോലെ കാര്യങ്ങളും സംഭവിച്ചില്ല. അത് നല്ലപോലെ തന്നെ സേഫാണ്. പിന്നെ പോൾ ടെസ്റ്റ് നടത്തുമ്പോഴും വണ്ടി കറക്റ്റ് എയർ ബാഗ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ തലയ്ക്ക് കാര്യമായ പരിക്കുകളോ അങ്ങനെയൊന്നും പറ്റത്തില്ല. അപ്പോൾ ആ ഒരു വണ്ടിയുടെ ക്രാഷ് ടെസ്റ്റ് കാണുന്നതൊക്കെ മനസ്സിലാവും അത്യാവശ്യം സേഫ് ആയ ഒരു വണ്ടിയാണ് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാവും. അതേപോലെ തന്നെ നമ്മുടെ സ്വിഫ്റ്റിൻ്റെ ക്രാഷ് ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ അതും നല്ലപോലെ തന്നെ ആ ഒരു ഇമ്പാക്റ്റ് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ട് ഭാഗം നല്ലപോലെ തന്നെ ഇമ്പാക്റ്റ് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എ പില്ലർ നോക്കുകയാണെങ്കിൽ അവിടെ പ്രത്യേകിച്ച് വളവുകളോ കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിലും നേരത്തെ ഇരുന്ന് എങ്ങനെ അതേപോലെ ഇരിപ്പുണ്ട്. സ്ട്രക്ചറിനും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം നല്ലപോലെ തന്നെ ആ ഒരു ഇമ്പാക്റ്റ് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. പലരും വിചാരിക്കുന്നത് ഒരു കാറ് പോയി ആക്സിഡന്റ് ആകുമ്പം അത് നേരത്തെ ഇരുന്ന് എങ്ങനെയാ അതേപോലെ ഇരുന്നാലേ ആ കാർ സേഫ് ആകുമെന്നാണ്. എന്നാൽ ഫ്രണ്ട് ഭാഗം പൊളിയ തന്നെ വേണം. കാരണം ഫ്രണ്ട് ഭാഗം പൊളിഞ്ഞാലേ ആ ഒരു ഇമ്പാക്റ്റ് അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. ഫ്രണ്ട് ഭാഗം പൊളിയുന്നതോടെ അത് ആ ഒരു ഇമ്പാക്റ്റ് അബ്സോർബ് ചെയ്യും. ഡ്രൈവർ ഇരിക്കുന്ന ക്യാബിനിലേക്ക് ഇമ്പാക്റ്റ് കടത്തിവിടാണ്ട് നമ്മളെ സേഫ് ആക്കുകയും ചെയ്യുന്നു. ഇവിടെ നോക്കുകയാണെങ്കിൽ സ്വിഫ്റ്റിൻ്റെ ഫ്രണ്ട് ഭാഗം നല്ലപോലെ പൊളിയുന്നുണ്ട്. ഡ്രൈവർ ഇരിക്കുന്ന ഭാഗവും ആ ഒരു എ പില്ലറൊക്കെ അതേപടി ഇരിപ്പുണ്ട്. അതിനൊന്നും വലിയ മാറ്റമൊന്നും വന്നിട്ടുമില്ല. എന്നിട്ടും അതിനവർ കൊടുത്തത് 1 സ്റ്റാർ ആണ്. ഇവരുടെ തന്നെ പഴയൊരു ക്രാഷ് ടെസ്റ്റിൽ നമ്മുടെ സാൻഡ്രോ ക്രാഷ് ടെസ്റ്റ് ചെയ്യാൻ നേരത്ത് അതിൻ്റെ എ പില്ലറിൽ ചെറിയൊരു ബെൻഡ് വരുന്നുണ്ട്. എന്നിട്ട് അതിന് അവർ 2 സ്റ്റാർ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ടാറ്റ പഞ്ച് ക്രാഷ് ടെസ്റ്റ് ചെയ്യാൻ നേരത്ത് അതിൻ്റെ ആ ഒരു സൈഡ് ഇമ്പാക്ട് ടെസ്റ്റ് നോക്കാൻ നേരത്ത് അതിന് കട്ടൺ എയർ ബാഗോ അതേപോലത്തെ കാര്യങ്ങളൊന്നുമില്ല. ആ ഡ്രൈവറുടെ തല നേരെ പോയി ആ ബി പില്ലറിൽ ഇടിക്കുന്നുണ്ട്. ആ ഒരു ഇടി തന്നെ മരണത്തിലേക്ക് നയിക്കാവുന്നതാണ്. എന്നിട്ടും ആ വണ്ടിക്കും ആ ഒരു 5 സ്റ്റാർ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. എക്സ്പ്രസോയ്ക്ക് അവർ കൊടുത്തേക്കുന്നത് 1 സ്റ്റാർ തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സ്വിഫ്റ്റും എക്സ്പ്രസോ ഒക്കെ ഇന്ത്യയിൽ ഒരുപാടുള്ള വണ്ടികളാണ്. ഒരുപാട് ലോക്കലൈസേഷനൊക്കെ അതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു ഗ്ലോബൽ സ്വിഫ്റ്റോട്ട് ഇതിനെ കമ്പയർ ചെയ്യില്ല. ഗ്ലോബലി അതിന് നമ്മുടെ യൂറോ എൻക്യാപ്പിൽ 3 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയെങ്കിലും ഇവിടെ ഒരുപാട് ലോക്കലൈസേഷൻ ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയൊക്കെ ഒരുപാട് മോശമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ആയെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഇഗ്നിസിൻ്റെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം ഇഗ്നിസിൽ ലോക്കലൈസേഷൻ നല്ലപോലെ തന്നെ കുറവാണ്. യൂറോപ്പിലൊക്കെ പണ്ട് മുതൽ തന്നെ വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ ആ ഒരു യൂറോപ്യൻ നിലവാരം ഏതാണ്ട് അതേപോലെ തന്നെ കീപ്പ് ചെയ്താണ് ആ വണ്ടി ഇന്ത്യയിലും കൊണ്ടുവന്നേക്കുന്നത്. ഏതാണ്ട് 90%ഓളം ലോക്കലൈസേഷൻ അതിൽ കുറവാണ്. അതിൻ്റെ സ്ട്രക്ചറൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് യൂറോപ്യൻ സ്റ്റാൻഡേർഡ് തന്നെയാണെന്നാണ് നമ്മുടെ മാരുതിയും പറഞ്ഞേക്കുന്നത്. അതിന് യൂറോ എൻക്യാപ്പ് ക്രാഷ് ടെസ്റ്റിൽ 3 സ്റ്റാർ റേറ്റിംഗ് ആണ് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ ആ ഒരു കൂടിയ മോഡലുകൾക്ക് 5 സ്റ്റാർ റേറ്റിംഗും അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സേഫ്റ്റി ഉള്ളൊരു വണ്ടി, യൂറോപ്യൻ നിലവാരത്തിൽ നിർമ്മിച്ചൊരു വണ്ടി ഇവിടെ വന്നപ്പം അതിന് നമ്മുടെ ഗ്ലോബൽ എൻക്യാപ്പ് കൊടുത്തേക്കുന്നത് 1 സ്റ്റാർ റേറ്റിംഗ് ആണ്. ഒരുപക്ഷേ യൂറോപ്യൻ മോഡലുള്ള പോലെ തന്നെ അഡാസ് ഫീച്ചേഴ്സും ഓട്ടോണോമസ് ബ്രേക്കിങ്ങും അതേപോലെ തന്നെ കട്ടൺ എയർ ബാഗ്സ് ഒന്നും ഇതിലില്ല. അതുകൊണ്ട് ക്രാഷ് ടെസ്റ്റ് റേറ്റിംഗ് കുറഞ്ഞു പോകാമെന്ന് പറയാം. പക്ഷേ ഈ വണ്ടിയുടെ സ്ട്രക്ചറൊക്കെ സെയിം യൂറോപ്യൻ സ്പെക്കിൻ്റെ പോലെ ആണെന്ന് മാരുതി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലെ ക്രാഷ് ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ കട്ടൺ എയർ ബാഗ് ഇല്ലാത്ത വണ്ടികൾക്കും നമ്മൾ 5 സ്റ്റാർ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അഡാസ് ഫീച്ചേഴ്സും അതേപോലത്തെ കാര്യമൊന്നും ഇവിടെ ആർക്കും വേണ്ട. അതൊന്നും നോക്കാതെ തന്നെയാണ് നമ്മൾ 5 സ്റ്റാർ റേറ്റിംഗ് കൊടുത്തത്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ഒരു വണ്ടിക്ക് 1 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയത്? മിനിമം ഒരു 3 സ്റ്റാർ റേറ്റിംഗ് എങ്കിലും ഇതിന് കിട്ടേണ്ടതാണ്. എന്നിട്ടും ഇതിന് കിട്ടിയേക്കുന്ന 1 സ്റ്റാർ റേറ്റിംഗ് ആണ്. ഇതിൻ്റെ ക്രാഷ് ടെസ്റ്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും വണ്ടിയുടെ ആ ഒരു ഫ്രണ്ട് ഭാഗം നല്ലപോലെ തന്നെ ഇമ്പാക്റ്റ് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഡ്രൈവർ ഇരിക്കുന്ന ക്യാബിനിലേക്ക് ഒരു ഇമ്പാക്റ്റും പോയിട്ടുമില്ല. അതിൻ്റെ എ പില്ലറും ഡോറും എല്ലാ ഭാഗവും അതേപോലെ തന്നെ ഇൻടാക്റ്റ് ആണ്. അവിടെ വളവുകളോ ഒരു പ്രശ്നവും സംഭവിച്ചില്ല. എന്നിട്ടും ഈ വണ്ടിക്ക് അവർ കൊടുത്തേക്കുന്നത് 1 സ്റ്റാർ റേറ്റിംഗ് ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് മാരുതിയുടെ വണ്ടികൾക്ക് മാത്രം ഇങ്ങനെ സേഫ്റ്റി കുറഞ്ഞു പോകുന്നത്? മഹേന്ദ്രയുടെയും ടാറ്റയും വണ്ടികൾ മാത്രം ഇന്ത്യയിലെ സേഫസ്റ്റ് കാറുകളാകുന്നത് എന്തുകൊണ്ടാണ്? പിന്നെ അതൊക്കെ സേഫസ്റ്റ് കാർ എന്ന് പറയുന്നതിലും ഒരു തെറ്റുണ്ട്. ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ പണ്ട് മുതൽ തന്നെ BMW, ബെൻസും, ഔഡിയും, ഫോക്സ് വാഗനും അതേപോലത്തെ ഇൻ്റർനാഷണൽ കമ്പനികളൊക്കെ പണ്ട് മുതൽ തന്നെ വണ്ടികൾ വിൽക്കുന്നതാണ്. ഇവരുടെ വണ്ടികളിൽ മിക്കതും അവർ ഗ്ലോബലുള്ള CKD യൂണിറ്റും CB യൂണിറ്റൊക്കെയാണ് ഇന്ത്യയിൽ കൊണ്ടുവരുന്നത്. ആ വണ്ടികളൊക്കെ തന്നെ യൂറോ എൻക്യാപ്പിലെ ക്രാഷ് ടെസ്റ്റ് കഴിഞ്ഞാൽ വരുന്നത്. ആ വണ്ടികളൊന്നും അവർ ഇതുപോലെ സേഫ്റ്റി വെച്ച് അഡ്വർട്ടൈസ് ചെയ്യാറില്ല. കാരണം അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. അവരുടെ വണ്ടികളൊക്കെ പണ്ട് മുതൽ തന്നെ സേഫ്റ്റിയാണ്. സേഫ്റ്റി എന്ന് പറയുന്ന ഒരു മാൻഡറ്ററി കാര്യമാണ്. പണ്ട് മുതൽ തന്നെ അവരുടെ കാറുകളിൽ സേഫ്റ്റി ഉണ്ട്. ഇപ്പോൾ വോൾവോ ഒക്കെ നോക്കുകയാണെങ്കിൽ അവർ തന്നെ പണ്ട് മുതൽ ക്രാഷ് ടെസ്റ്റ് ചെയ്യുമായിരുന്നു. അവർ ഒരുപാട് കാര്യങ്ങളൊക്കെ സേഫ്റ്റിക്ക് വേണ്ടി ഇൻവെൻറ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അവരുടെ വണ്ടിയുടെ ഒരു ഭാഗമാണ് സേഫ്റ്റി. അവർ തന്നെ പ്രത്യേകം അഡ്വർടൈസ് ചെയ്യേണ്ട കാര്യമില്ല. അതങ്ങനെയാണ് അവർ നിർമ്മിക്കുന്നതെന്ന് അവർക്കറിയാം. ഇന്ത്യൻ കാറുകൾ മാത്രമേ പൊതുവേ ഇങ്ങനെ സേഫ്റ്റി വെച്ച് അഡ്വർടൈസ് ചെയ്യാറുള്ളൂ. സോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മാരുതിയുടെ വണ്ടികൾക്ക് സേഫ്റ്റി ഇല്ലാത്തതുകൊണ്ടാണോ അല്ലെങ്കിൽ ടോക്കിംഗ് കാർഡ്സ് വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ ഒരു ഗ്ലോബൽ എൻക്യാപ്പിനെ സ്പോൺസർ ചെയ്യുന്നത് ടാറ്റയും മഹേന്ദ്രയും അതേപോലെ തന്നെ സേഫ്റ്റി പാർട്സുകളൊക്കെ നിർമ്മിക്കുന്ന ബോഷ് പോലത്തെ കമ്പനികളും ആയതുകൊണ്ടാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതേപോലത്തെ വീഡിയോകൾ ഇനിയും കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.